ആലപ്പുഴയിലെ ഡിവൈഎഫ്ഐ നേതാവിത ബിജെപി അംഗത്വം സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടി സമ്മേളനങ്ങൾക്കിടെ സിപിഎമ്മിന് തിരിച്ചടിയാവുകയാണ് ഈ വാർത്ത. മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ബിപിൻ സി ബാബു. ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട യുവ നേതാവാണ്. SFIയുടെ മുൻ ജില്ലാ സെക്രട്ടറിയാണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി അംഗം, നിലവിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമിതി അംഗമാണ് ബിപിൻ സി ബാബു. ആലപ്പുഴയിൽ നിന്നും വിഭാഗീയതയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ വരുന്നതിനിടയിലാണ് ഇപ്പോൾ ബിപിൻ സി ബാബു BJPയിൽ ചേർന്നിരിക്കുന്നത്. അതേസമയം ബിപിൻ സി ബാബുവിന്റെ അമ്മ CPM ഏരിയ കമ്മിറ്റി അംഗമായി തുടരുകയും ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വലിയൊരു ഒഴുക്ക് തന്നെ എല്ലാ മേഖലകളിലും പുതിയ ആൾക്കാരുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിപുലീകരിക്കുന്നതിന്റെ തിരക്കിൽ കൂടിയാണ് നമ്മളെല്ലാവരും. സംസ്ഥാനത്ത് LDFും UDFും ഋഷിപാലുണ്ട് വിവരങ്ങളുമായി. ഋഷിപാൽ, ഇപ്പോൾ ബിപിൻ സി ബാബു BJP അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒരുപാട് പേർ വരാനുണ്ട് എന്നാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. ബിപിൻ സി ബാബുവിൻ്റെ അമ്മ ഇപ്പോഴും CPM നേതാവായി, ഏരിയ കമ്മിറ്റി നേതാവായി തുടരുകയും ചെയ്യുന്നു, പ്രസന്നകുമാരിയമ്മ. ഈ വാർത്തയോട് നമുക്ക് ചേർത്ത് വയ്ക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബിപിൻ ഇപ്പോൾ അംഗത്വം സ്വീകരിക്കുന്നു, കൂടുതൽ പേർ വരും എന്ന് തന്നെയാണോ BJP വിശദീകരണം? സ്മൃതി, BJP സംസ്ഥാന നേതൃത്വം അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബിപിൻ സി ബാബുവിലൂടെ ആലപ്പുഴയിലെ വിഭാഗീയതയുടെ ഭാഗമായി നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുന്ന പാർട്ടി അനുയായികളെ BJPയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്തും പിന്നീട് ആലപ്പുഴയിലുമായി എത്തി ബിപിൻ സി ബാബുവുമായും അവിടെയുള്ള ചില നേതാക്കളുമായും ആശയവിനിമയം നടത്തിയെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ബിപിൻ സി ബാബുവിന്റെ ഈ കടന്നുവരവിൽ വലിയ ആത്മവിശ്വാസം BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പരസ്യമായി ഈ വേദിയിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ബിപിൻ സി ബാബു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPMന്റെ ഒരു കുടുംബമാണ്. CPM വലിയ പാരമ്പര്യമുള്ള CPM കുടുംബമാണ് ബിപിൻ സി ബാബുവിൻ്റെത്. അമ്മ ഉൾപ്പെടെ ഇപ്പോഴും പാർട്ടിയുടെ ഭാഗമാണ്. ബിപിൻ സി ബാബു ഏരിയ കമ്മിറ്റിയാണ്. ഏരിയ സമ്മേളനം നടക്കുന്ന ഈ കാലയളവിലാണ് ഇപ്പോൾ ബിപിൻ സി ബാബു എന്ന ആലപ്പുഴയിലെ യുവ CPM നേതാവ് BJPയിലേക്ക് കൂടുമാറി എത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ബിപിൻ സി ബാബുവിന്റെ ഈ കടന്നുവരവ് പരമാവധി ഉപയോഗിക്കാനുള്ള ശ്രമം BJP നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ ആളുകളെ എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. അവിടെ ആലപ്പുഴയിലെ വിഭാഗീയത രൂക്ഷമായ സാഹചര്യത്തിൽ നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളും അനുഭാവികളും ഒക്കെയുണ്ട്. അവരെ പതുക്കെ BJPയിലേക്ക് എത്തിക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ ആലപ്പുഴയിൽ എത്തിയത്. ആ തരത്തിൽ ഒരു നീക്കം BJPയുടെ ഭാഗത്ത് ശക്തമായി തന്നെ ഉണ്ടാകും. ബിപിൻ സി ബാബുവിന്റെ കടന്നുവരവോടെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. അതിനപ്പുറത്തേക്ക് ഏതാണ്ട് പ്രധാനപ്പെട്ട പദവികളൊക്കെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രധാന പദവികളൊക്കെ വഹിച്ചു. അവിടെ വലിയ ബന്ധങ്ങളുണ്ട് ബിപിൻ സി ബാബുവിന് എന്നൊക്കെയാണ് പാർട്ടി BJP നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇന്ന് CPM നേതൃത്വം ഇക്കാര്യത്തിൽ എന്താണ് പ്രതികരിക്കുക എന്ന് വ്യക്തമല്ല. CPMന് തിരിച്ചടിയാകും എന്നാണ് BJP നേതാക്കളുടെ ഒരു വിലയിരുത്തൽ. നേരത്തെ നമുക്കറിയാം, ആലപ്പുഴയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ ഒരു മുന്നേറ്റം ആലപ്പുഴയിൽ BJPക്ക് വരും നാളുകളിൽ ഉണ്ടാക്കാൻ കഴിയും. ഈ ബിപിൻ സി ബാബുവിലൂടെ കൂടുതൽ നേതാക്കളെ CPMൽ നിന്ന് പാർട്ടിയിലേക്ക് എത്തിച്ച് എന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അതിന്റെ ഒരു തുടർച്ചയാണ് സംഘടനാ പർവ്വത്തിന്റെ വേദിയിലേക്ക് ബിപിൻ സി ബാബുവിനെ എത്തിച്ച് അംഗത്വം നൽകുന്നതിലൂടെ BJP ഉള്ളത്. BJP സംസ്ഥാന അധ്യക്ഷൻ സന്ദീപ് വാര്യരുടെ പാർട്ടി വിട്ടപ്പോൾ മറ്റൊരാൾ തിരിച്ചു വന്നതിന് ആ തരത്തിലാണ് വിശേഷിപ്പിച്ചത്. മാലിന്യങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ശുദ്ധജലം ഒഴുകിയെത്തുന്നു എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ ബിപിൻ സി ബാബുവിന്റെ ഈ കടന്നുവരവിനെ BJPയിലേക്ക് അംഗത്വമെടുക്കാനുള്ള തീരുമാനത്തെ വിശേഷിപ്പിച്ചത്. സ്മൃതി, ശരി. ബിപിൻ സി ബാബു CPMന്റെ ആലപ്പുഴയിലെ യുവ നേതാവാണ്. ഇപ്പോൾ BJPയിലേക്ക് ചേർന്നിരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ആയിരക്കണക്കിന് കോടി രൂപ